ഹായ് ഗൈസ്, വെൽക്കം ടു ഷങ്സ് ഇൻഫോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ ഓഫീസിലുള്ള ഒരു നമുക്ക് സോക്കറ്റും സ്വിച്ചും ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യാമെന്നുള്ളതിൻ്റെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു അറ്റ് എ ടൈം 2 അപ്ലയൻസ് ചാർജ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ 2 ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അപ്ലയൻസ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 6 ആംസിൻ്റെ അല്ലെങ്കിൽ 10 ആംസിൻ്റെ സോക്കറ്റ് തന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ 2 ഡിവൈസും കണക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 10 ആംസിനേക്കാളും ബിലോ വരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് 2 സോക്കറ്റും 2 സ്വിച്ചുമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ വീട്ടിൽ വരുന്ന സോക്കറ്റും സ്വിച്ചും എങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റൻഷന് വേണ്ടി നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഒരു പ്ലേറ്റ് വേണ്ടി വരും. ഇത് നമ്മുടെ വാളിൽ അടിക്കാനുള്ള ബോക്സാണ്. ഇത് ഫേസ് പ്ലേറ്റ് ആണ്. ഓക്കെ, ഫേസ് പ്ലേറ്റ്, പിന്നെ ഒരു സോക്കറ്റ്, ഇതേപോലെ തന്നെ 6 ആംസിൻ്റെ സോക്കറ്റ് വരണം, പിന്നെ 6 ആംസിൻ്റെ ഒരു സ്വിച്ചും. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് എങ്ങനെ അത് വയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് വയർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഈ സോക്കറ്റ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോ ആണിത്. ഓക്കെ, നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് അധികം ഇലക്ട്രിക്കൽ നോളജ് ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ആദ്യം ഇതാണ് നമ്മുടെ വീട്ടിൽ വരുന്ന സോക്കറ്റ്. ഓൾറെഡി വയർഡ് ആയിരിക്കുന്ന സോക്കറ്റ് ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഇതിനകത്ത് ലൈറ്റ് വരുന്നത്. നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. ഓക്കെ, കണ്ടോ, ലൈറ്റ് ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ട്. അപ്പോൾ ഈ സോക്കറ്റ് ഇപ്പോൾ ലൈവാണ്. ഇനി നമ്മൾ നേരത്തെ എല്ലാ വീഡിയോസിലും പറയാറുള്ള പോലെ നമുക്ക് ഈ സോക്കറ്റ് റിമൂവ് ചെയ്തിട്ട് വേണം ഇതിനകത്ത് വയേഴ്സ് വെച്ചിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണം. ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്തിടണം. അതേപോലെ തന്നെ ELCB ഉണ്ടെങ്കിൽ ട്രിപ്പ് മോഡിലായിരിക്കണം. എന്നിട്ട് വേണം നിങ്ങൾ ഈ സ്വിച്ച് ബോർഡ് അഴിക്കാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി സേഫ് ആയിരിക്കും. കറണ്ട് ഒന്നും റണ്ണിങ് ഉണ്ടാവില്ല. ഓക്കെ, അത് ഞാൻ ELCB ഓഫ് ചെയ്യുകയാണ്. ഓക്കെ, മെയിൻ സ്വിച്ചൊക്കെ ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് ഈ ബോക്സ് അഴിക്കാം. അപ്പോൾ ഞാൻ ELCBയും ഐസൊലേറ്ററൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബോക്സ് നമുക്ക് റിമൂവ് ചെയ്യാം. ഞാൻ ഓൾറെഡി കുറച്ച് റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഈ ബോക്സ് നോക്കി കാണാൻ പറ്റും. ഇതിനകത്ത് ഈ വയറാണ് നമുക്ക് ന്യൂട്രലായിട്ട് കൊടുത്തേക്കുന്നത്. ഓക്കെ, 2 റെഡ് ആയത് തന്നെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഗ്രീൻ ടേപ്പ് ഒട്ടിച്ചേക്കുന്നത്. ഇപ്പോൾ ന്യൂട്രൽ ഇവിടേക്കാണ് വരുന്നത്. പവർ പുറത്തുനിന്ന് വരുന്ന പവർ നമുക്ക് നേരെ സ്വിച്ചിലേക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഏതൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൻ്റെയും ബേസിക് പ്രിൻസിപ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവർ നമ്മുടെ ഫേസ് വഴി വരും. ഇതിപ്പോൾ സ്വിച്ചിലേക്ക് കയറും. സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്കും സ്വിച്ച് വഴി നമുക്ക് സോക്കറ്റിലേക്ക് പോകും. എന്നിട്ട് നമ്മുടെ സോക്കറ്റിൽ നിന്ന് ഫേസ് കണക്ഷൻ അപ്ലയൻസ് ത്രൂ പോയിട്ട് തിരിച്ച് റിട്ടേൺ ന്യൂട്രലിലേക്ക് വരും. എന്നിട്ട് ന്യൂട്രൽ ത്രൂ നമുക്ക് ELCBയിലേക്ക് പോകും. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നേരെ ഫേസ് വരുന്ന സ്വിച്ചിലേക്ക് കയറിയേക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ സോക്കറ്റിൻ്റെ ഫേസിലേക്ക് നമുക്ക് പവർ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ, നമുക്ക് ഈ സോക്കറ്റ് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ 2 മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഒരു സ്വിച്ച് തന്നെ 2 സോക്കറ്റിലേക്ക് എക്സ്റ്റൻഷൻ എടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ഓൾറെഡി ഒരു സോക്കറ്റ് ഇവിടെയുണ്ട്. ഇനി നമുക്ക് ഇവിടെ വേറൊരു സോക്കറ്റും നമ്മൾ കണ്ടു. വേറൊരു സോക്കറ്റും ഇതേപോലെ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇതിപ്പോൾ ഞാൻ റിമൂവ് ചെയ്യുകയാണ്. ഓക്കെ, സോക്കറ്റിൻ്റെ പിൻസാണ്. ഓക്കെ, സോക്കറ്റിൻ്റെ പിൻസാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ലൈൻ എഴുതിയിട്ടുണ്ട്, L എഴുതിയിട്ടുണ്ട്, ഇവിടെ ന്യൂട്രൽ എഴുതിയിട്ടുണ്ട്. ഇത് എർത്താണ്. ഓക്കെ, എർത്ത് ഞാൻ കണക്ട് ചെയ്യുന്നില്ല. എർത്ത് സിമ്പിളാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയേ ഉള്ളൂ. എർത്ത് കണക്ട് ചെയ്യുന്നില്ല. നോർമലി വരുവാണെങ്കിൽ ഇതിനകത്തേക്ക് എർത്തും കൂടി വന്ന് കാണും. അത് ഗ്രീൻ വയർ ആയിരിക്കും. ആ എർത്തും നമ്മൾ നിങ്ങൾ സോക്കറ്റ് എക്സ്റ്റൻഷൻ ചെയ്യുമ്പോഴത്തേക്കും ഈ എർത്തിലേക്കും കൂടി കണക്ട് ചെയ്യണം. ഓക്കെ, ഇതിപ്പോൾ ഒരു സ്വിച്ചിൽ നിന്ന് നമുക്ക് സോക്കറ്റിലേക്ക് മാത്രമേ വന്നിട്ടുള്ളൂ.
നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെയിം സ്വിച്ചിൽ നിന്ന് തന്നെ നമ്മൾ ഡബിൾ സോക്കറ്റ് കൊടുക്കുവാണ് ഇപ്പോൾ. ഓക്കെ, അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതേപോലെ തന്നെ 10 amps ഒക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1.5 സ്ക്വയർ mm വയറെങ്കിലും വേണ്ടി വരും. നമുക്ക് ഇൻപുട്ട് ഫേസ് വരുന്നത്. ഇനി നമുക്ക് അത് അതിൻ്റെ ഔട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഔട്ട് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഈ വയറും കൂടി നമ്മൾ ചേർത്ത് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മുടെ വയറിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്വിച്ചിൽ നിന്ന് ഉള്ള ഫേസിൻ്റെ വയറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ന്യൂട്രലിൻ്റെ വയറാണ്. അപ്പോൾ നമുക്ക് ഇനി ന്യൂട്രൽ കണക്ഷൻ ചെയ്യാം രണ്ടാമത്തെ സോക്കറ്റിലേക്ക്. ഓക്കെ, ന്യൂട്രൽ കണക്ഷൻ ഇവിടെ N എന്നുള്ള മാർക്കിംഗ് ഉണ്ട്. ഓക്കെ, അവിടേക്ക് നിങ്ങൾ ന്യൂട്രൽ കണക്ട് ചെയ്യുക. ഓക്കെ, 2 കണക്ഷനും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ന്യൂട്രൽ നമ്മുടെ മെയിൻ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യണം. ഓക്കെ, ഡയറക്റ്റ് സോക്കറ്റിലേക്ക്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതാണ് ഇപ്പോൾ ന്യൂട്രൽ വരുന്നത്. ഓക്കെ, ഇതാണ് ന്യൂട്രൽ സെക്ഷൻ വരുന്നത്. ഇതിൻ്റെ സ്ക്രൂ ലൂസ് ചെയ്തിട്ട് ഇവിടേക്ക് തന്നെ നമുക്ക് 2 ന്യൂട്രലും കൂടി ഒരുമിച്ച് കണക്ട് ചെയ്യണം. ഓക്കെ, 2 ന്യൂട്രലും നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2 ന്യൂട്രൽ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ന്യൂട്രൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്ലൂ വയറാണ്. ഓക്കെ, നമ്മുടെ മറ്റേ സോക്കറ്റിലേക്ക് പോയേക്കാണ്. അതേപോലെ സ്വിച്ചിൻ്റെ ഔട്ട് നമുക്ക് ഫേസ്, സ്വിച്ചിൻ്റെ ഇൻപുട്ടാണ് ഇത് വന്നേക്കണത്, ഇത് ഫേസാണ്. സ്വിച്ചിൻ്റെ ഔട്ട്പുട്ട് ഒരു സോക്കറ്റിലേക്ക് പോയിട്ടുണ്ട്, മറ്റേ ഔട്ട്പുട്ട് നമ്മുടെ മറ്റേ സോക്കറ്റിൻ്റെ ലൈനിലേക്കാണ് പോയേക്കുന്നത്. ഇനി നിങ്ങൾക്ക് എർത്ത് ഈ കണക്ഷനിലേക്ക് വന്ന് കാണും. ആ എർത്തും കൂടി നമ്മുടെ മറ്റേ സോക്കറ്റിലേക്ക് നിങ്ങൾ കൊടുക്കുക. പൊതുവേ ഗ്രീൻ വയറായിരിക്കും. ചെറിയ അപ്ലയൻസ് ഒക്കെ ആണെങ്കിൽ എർത്ത് ഇതിനകത്ത് ഉണ്ടായാലും മതി, പ്രോബ്ലം ഇല്ല. നിങ്ങൾക്ക് കണക്ട് ചെയ്യണതിന് ചില ചാർജറോ അങ്ങനത്തെ 2 പിൻ എന്തെങ്കിലും സോക്കറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഇതിനകത്തേക്ക് കണക്ട് ചെയ്താൽ മതി. ഇതിപ്പോൾ നമ്മുടെ കണക്ഷനനുസരിച്ച് നമുക്ക് എന്താ വർക്ക് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഈ 2 സോക്കറ്റും കൂടി അറ്റ് എ ടൈം വർക്ക് ചെയ്യും. ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ വയസ്സ് ഔട്ട് സൈഡ് കൂടിയാണ് എടുത്തേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ കിടക്കും. നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യുക. ജസ്റ്റ് ഇവിടെ എന്തെങ്കിലും കട്ടിങ്ങോ ഗ്യാപ്പോ ഉണ്ടാക്കിയാൽ മതി. ഈ സെക്ഷൻ മതിലിൻ്റെ അകത്താണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇതേപോലെ തന്നെ കുറച്ച് ചിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടി എടുക്കാൻ പറ്റും എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഓൾറെഡി ഞാൻ കുറച്ച് ചിപ്പ് ചെയ്തിട്ടുണ്ട് മറ്റേ സോക്കറ്റിൻ്റെ. അപ്പോൾ ആ സോക്കറ്റ് കറക്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പോൾ 2 സോക്കറ്റിൻ്റെയും കണക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ LCB ഇതൊക്കെ ഓഫ് ചെയ്തില്ലേ, അതേപോലെ തന്നെ നമുക്ക് ഓൺ ചെയ്തൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, LCBയും ഐസൊലേറ്ററൊക്കെ നമുക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്തേക്കണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സോക്കറ്റിന് വേണ്ടി മാത്രമുള്ളൊരു സ്വിച്ചായിരുന്നു ഇത്. ഇപ്പം നമ്മൾ ചെയ്തേക്കുന്നത് ആ സ്വിച്ചിൻ്റെ തന്നെ ഔട്ട്പുട്ട് ഈ സോക്കറ്റിലേക്കും കൂടി
കൊടുത്തേക്കാണ്. ഓക്കെ, ഈ സ്വിച്ച് കണക്റ്റഡ് അല്ല. ഓക്കെ, ഈ സ്വിച്ച് മാത്രം കൊണ്ട് ഈ 2 സോക്കറ്റും ഓൺ ഓഫ് ആവും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സോക്കറ്റ് എക്സ്റ്റൻഷൻ ചെയ്തേക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട് ഈ സ്വിച്ച്. ഓക്കെ, റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻഡിക്കേറ്റർ ഗ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, കണ്ടോ? ഓക്കെ, നേരത്തെ പോലെ ഇത് വർക്കിംഗ് ആണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡും ഗ്ലോ ചെയ്യുന്നുണ്ട്. കണ്ടോ? ഇപ്പം നമ്മൾ ചെയ്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 6 ആംസിൻ്റെ സോക്കറ്റ് തന്നെ ഈ ഒരു സോക്കറ്റും കൂടി ഡ്യൂപ്ലിക്കേഷൻ ചെയ്തേക്കാണ്. ഓക്കെ, നിങ്ങളെങ്ങനെ ഇതിൻ്റെ വയറിംഗ് കണ്ടു. ഇനി നമുക്ക് വേറൊരു മെത്തേഡും കൂടി ചെയ്യാം. അതായത് ഇതിപ്പോൾ ഇവിടെ ഒരു സ്വിച്ച് സോക്കറ്റ് ഉണ്ട്. നമുക്ക് ഈ സ്വിച്ച് സോക്കറ്റിൻ്റെ അടുത്ത് തന്നെ നമുക്ക് വേറൊരു സ്വിച്ച് സോക്കറ്റ് വേണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ വയർ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ കണ്ടു ഒരു സ്വിച്ച് വെച്ചിട്ടാണ് 2 സോക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത്. ഇനി നമുക്ക് 2 ഇൻഡിപെൻഡൻറ്റ് സ്വിച്ച് വെച്ചിട്ട് 2 ഇൻഡിപെൻഡൻറ്റ് സോക്കറ്റ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യണമെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ ഔട്ട്ലെറ്റ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ എക്സ്റ്റൻഷൻ പോലെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ അടുത്ത് തന്നെ. ഓക്കെ, നമുക്കതിൻ്റെ വയറിംഗ് ഒന്ന് നോക്കാം. ആദ്യം നമ്മൾ ELCB ഐസൊലേറ്ററൊക്കെ നിങ്ങൾ ഓഫ് ചെയ്യുക, എന്നിട്ട് വേണം ഈ വയറിംഗ് ഒക്കെ ചെയ്യാൻ. ഓക്കെ, അത് ഞാൻ ഓഫ് ചെയ്തിട്ട് വരട്ടെ. നമ്മുടെ ELCB ഐസൊലേറ്ററൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത വയറിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്വിച്ചിൽ നിന്നാണ് 2 സോക്കറ്റ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്വിച്ചിൽ നിന്ന് ഒരു ഈ സോക്കറ്റിലേക്കും നമ്മുടെ രണ്ടാമത്തെ സോക്കറ്റിലേക്കും വയർ പോവും, റെഡ് വയർ പോവും. ഓക്കെ, പിന്നെ ഈ പുറത്തുനിന്ന് വന്ന ന്യൂട്ര്, ഓക്കെ, ഇതിലേക്ക് പോയിരിക്കുന്ന ന്യൂട്രിൽ നിന്ന് നമ്മളൊരു ന്യൂട്രും ഈ സോക്കറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സ്വിച്ച് ഓൺ ആകുമ്പോഴത്തേക്ക് ഈ 2 സോക്കറ്റ് ലൈവ് ആവും. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്വിച്ച് സോക്കറ്റ് പോലെ തന്നെ നമുക്കൊരു എക്സ്റ്റൻഷൻ വേറൊരു സ്വിച്ചും സോക്കറ്റിലേക്കും നമുക്ക് ചെയ്യാം. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്വിച്ചിൽ നിന്ന് ഔട്ട് പോയേക്കുന്ന ഈ സോക്കറ്റിലേക്കാണ്. ഓക്കെ, അത് നമുക്ക് ചേഞ്ച് ചെയ്യണം. ഓക്കെ, അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ആദ്യം നമ്മുടെ ഇവിടുത്തെ കണക്ഷൻ നമ്മൾ റിമൂവ് ചെയ്യണം. ആദ്യം നമ്മൾ ഈ സ്വിച്ചിൻ്റെ ഔട്ട്പുട്ട് കണക്ഷൻ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇതാണ് ഇപ്പോൾ സ്വിച്ചിൻ്റെ ഔട്ട്പുട്ട് കണക്ഷൻ നമ്മൾ റിമൂവ് ചെയ്യാണ്. എന്നിട്ട് നമ്മുടെ ഈ സോക്കറ്റിലേക്ക് മാത്രമുള്ള കണക്ഷൻ സ്വിച്ചിൻ്റെ ഔട്ട്പുട്ടിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ സ്വിച്ചിൻ്റെ ഔട്ട്പുട്ട് നമ്മുടെ ഈ സോക്കറ്റിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ. കണ്ടോ, ഈ സോക്കറ്റിലേക്ക് മാത്രമേ ഇപ്പോൾ ഇതിൻ്റെ കണക്ഷൻ പോകുന്നുള്ളൂ. ഇൻപുട്ടിൻ്റെ അവിടെ നമ്മൾ ഈ സ്വിച്ചിലേക്ക് കണക്ഷൻ കൊടുക്കണം. ഓക്കെ, ഇൻപുട്ടിൻ്റെ കണക്ഷൻ, ഓക്കെ, ഞാനിപ്പോൾ റെഡ് വയർ എടുക്കുവാണ്. ഇൻപുട്ടിൻ്റെ കണക്ഷൻ നമ്മൾ ഇവിടെ ഇത് റിമൂവ് ചെയ്തിട്ട് ഈ 2 കണക്ഷനും കൂടി നമ്മൾ ഇവിടെ ഇൻപുട്ടിൽ കൊടുക്കുക, മറ്റേ നേരത്തെയുള്ള സ്വിച്ചിൻ്റെ. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന വയർ, ഓക്കെ, ഇപ്പോൾ ഡയറക്റ്റ് നമ്മുടെ മറ്റേ സ്വിച്ചിലെ ഇൻപുട്ടിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. അപ്പം നമ്മൾ എന്താ ചെയ്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻപുട്ടിലേക്ക് വന്നേക്കുന്ന ഡയറക്റ്റ് സപ്ലൈയുടെ ഒരു ഡ്യൂപ്ലിക്കേഷൻ പോലെ നമ്മൾ മറ്റേ സ്വിച്ചിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ സപ്ലൈ ഓൺ ആകുമ്പോഴത്തേക്കും നമ്മുടെ സപ്ലൈ ഈ സ്വിച്ചിലും വരും, ഈ സ്വിച്ചിലും വരും. ഇനി സ്വിച്ച് ഓൺ ആക്കുമ്പോൾ വേണം നമുക്ക് സോക്കറ്റിലേക്ക് പോകാൻ. അത് നമ്മൾ സോക്കറ്റിൽ നിന്ന് നേരത്തെ നമ്മുടെ സ്വിച്ചിൻ്റെ ഔട്ടിലേക്ക് കണക്ട് ചെയ്തേക്കുന്ന വയർ നമ്മൾ റിമൂവ് ചെയ്തായിരുന്നു. ആ വയർ നമുക്ക് ഈ സ്വിച്ചിൻ്റെ ഔട്ടിലേക്ക് നമ്മൾ കൊടുക്കുക. ഓക്കെ, കൊടുത്തു. അപ്പോൾ നമ്മുടെ വയറിങ് കംപ്ലീറ്റ് ആയി. ഒന്നുകൂടി സ്പീഡായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ഇൻപുട്ട് വരുന്ന വയർ നമ്മുടെ സ്വിച്ചിലേക്ക് പോവും.
ആ സെയിം വയർ തന്നെ നമ്മളൊരു ഡ്യൂപ്ലിക്കേഷൻ കൊടുത്തിട്ട് നമ്മുടെ നെക്സ്റ്റ് സ്വിച്ചിൻ്റെ ഇൻപുട്ടിലേക്ക് വച്ചേക്കുകയാണ്. ഓക്കെ, ഇനി ഈ സ്വിച്ചിൻ്റെ ഔട്ട്പുട്ടിലേക്ക് കൊടുത്തേക്കുന്ന നമ്മുടെ നേരത്തെ സോക്കറ്റ്, അതേപോലെ തന്നെ ന്യൂട്രും. ഓക്കെ, ആ ന്യൂട്ര് തന്നെ നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് നമ്മൾ എക്സ്റ്റൻഷൻ കൊടുക്കാനുള്ള സോക്കറ്റിലേക്ക് ന്യൂട്രായിട്ട് ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എക്സ്റ്റൻഷൻ കൊടുക്കാനുള്ള സോക്കറ്റിൻ്റെ നമ്മുടെ ലൈൻ വരുന്നത് നമ്മുടെ സ്വിച്ചിൻ്റെ ഔട്ട്പുട്ടിലേക്ക് നമ്മൾ കൊടുത്തേക്കാണ്. അപ്പോൾ നമ്മുടെ ബൈ ഡിഫോൾട്ട് ലൈൻ ഓൺ ആക്കുമ്പോഴത്തേക്കും ഈ എൻഡിലും വരും, ഈ സ്വിച്ചിലും വരും ലൈൻ. രണ്ട് സ്വിച്ചും ഓൺ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതാത് സോക്കറ്റ്സ് വർക്ക് ചെയ്യുള്ളൂ. ഇങ്ങനെയാണ് നമ്മളൊരു സ്വിച്ചിൻ്റെയും സോക്കറ്റിൻ്റെയും ഡ്യൂപ്ലിക്കേഷൻ വയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഞാനൊന്ന് ക്ലോസ് ചെയ്തോട്ടെ. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ സപ്ലൈ ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈറ്റ് ഇൻഡിക്കേറ്റർ വർക്കിംഗ് ആണ്. ഓക്കെ, രണ്ടിലും ഓണാണ്. ഇനി ഇതിൽ ചെക്ക് ചെയ്യാം. കണ്ടോ, ഇതില്ല, ഇത് ഓഫാണ്. ഇനി ഈ സ്വിച്ച് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ടെസ്റ്റ് ലാമ്പ് ഉണ്ട്. ടെസ്റ്റ് ലാമ്പ് നമ്മളൊരു ബൾബ് ഹോൾഡറാണ്. ഓക്കെ, അതുകൊണ്ട് വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഈ സോക്കറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. കണ്ടോ, കത്തുന്നുണ്ട്. ഓക്കെയാണ് നമ്മുടെ വയറിങ്. ഇനി ഇതൊന്ന് റിമൂവ് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് അടുത്തതിൽ വച്ചിട്ട് ഓക്കെ ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ അതാത് സ്വിച്ച് അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ലൈറ്റ് വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ രണ്ട് സോക്കറ്റും ഇൻഡിപെൻഡൻ്റ് ആക്കിയിട്ടുണ്ട്. പറയുമ്പോൾ നമുക്ക് ഈ സോക്കറ്റിൻ്റെ നമ്മൾ എക്സ്റ്റൻഷനാണ് ഇതെടുത്തേക്കുന്നത്. പക്ഷേ നമ്മൾ ഇൻഡിവിജ്വൽ സ്വിച്ച് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് എർത്തിങ് ചെയ്യണമെങ്കിൽ നേരത്തെ ഈ സോക്കറ്റിൻ്റെ ബാക്കിൽ ഇതിപ്പോൾ പവറുണ്ട്. ഇപ്പോൾ നിങ്ങൾ പവർ ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇതാണ് എർത്ത് ഇൻപുട്ട് വരുന്നത്. ഈ എർത്തിൻ്റെ തന്നെ നമ്മളൊരു ഡ്യൂപ്ലിക്കേറ്റ് വയർ ഇതിനകത്തേക്ക് നമ്മൾ വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എർത്തിങ്ങും കറക്റ്റായി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ സോക്കറ്റ്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഇലക്ട്രിക്കൽ സോക്കറ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ ചെയ്യണമെങ്കിൽ, ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വേറൊരു സോക്കറ്റും ബോക്സും കൂടി നമുക്ക് ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഓപ്ഷനുണ്ട്. ഇതിപ്പോൾ 3 മൊഡ്യൂളിൻ്റെ പ്ലേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു സോക്കറ്റും ഒരു സ്വിച്ചിനും വെക്കണമെങ്കിൽ നിങ്ങൾക്ക് 3 മൊഡ്യൂളിൻ്റെ പ്ലേറ്റ് മേടിക്കേണ്ടി വരും. ഇതേപോലെ ബോക്സും മേടിക്കേണ്ടി വരും. എന്നിട്ട് വേണം നിങ്ങൾ വയർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടു എങ്ങനെ ഒരു സിംഗിൾ സ്വിച്ച് വെച്ചിട്ട് രണ്ട് സോക്കറ്റ് എങ്ങനെ വയർ ചെയ്യും. അതേപോലെ തന്നെ രണ്ട് സോക്കറ്റിന് ഇൻഡിവിജ്വൽ സ്വിച്ചസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ വയർ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഓക്കെ, ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഫേസും ന്യൂട്രലും ഐഡൻറ്റിഫൈ ചെയ്യാൻ തന്നെ നമുക്ക് ബാക്കിൽ എല്ലും എന്നും കൂടി നോക്കിയാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വയർ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ എക്സ്റ്റൻഷനേ ഉള്ളൂ, എന്തെങ്കിലും നിങ്ങൾക്ക് ഡബിൾ എക്സ്റ്റൻഷൻ വേണം അല്ലെങ്കിൽ കുറച്ച് ഒരു സോക്കറ്റും കൂടി ആഡ് ഓൺ ചെയ്യണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ഇലക്ട്രീഷ്യനെ വിളിക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ആകെ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബൈ ഡിഫോൾട്ടുള്ള വയറിങ് ഇപ്പോൾ ഇതിപ്പോൾ 6 ആംസിനാണെങ്കിൽ 6 ആംസ് അല്ലെങ്കിൽ 10 ആംസ് വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു സോക്കറ്റും കൂടി നിങ്ങൾ വയ്ക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ടോട്ടൽ ലോഡ് അല്ലെങ്കിൽ ടോട്ടൽ കണക്റ്റഡ് ലോഡ് 10 ആംപിയറിൽ കൂടാൻ പാടില്ല. അത് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തവണ കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you for watching. Bye.